ഓട്ടിസം എന്ന് പറയുന്നത് നമുക്ക് ഒരു 2 വയസ്സ് വരെയൊക്കെ ചിലപ്പം തിരിച്ചറിഞ്ഞുകൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല. Okay. അല്ലെങ്കിൽ ഒരു 1.5 വയസ്സ് വരെയൊക്കെ. ആ കുട്ടികളെ കാഴ്ചയിൽ വളരെ നോർമൽ ആയിരിക്കും. അതെ. ബാക്കിയുള്ള അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. പക്ഷെ ചില കാര്യങ്ങൾ പാരന്റ്സിന് മനസ്സിലാക്കാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഇങ്ങനെ മൂവിങ് ആയിട്ടുള്ള സാധനങ്ങളോട് ഭയങ്കര താല്പര്യം ഉണ്ടാവാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തു, ഒരു ട്രൈ സൈക്കിൾ. അതിന്റെ വീൽ ഇങ്ങനെ തിരിച്ച് കറക്കിക്കൊണ്ടിരിക്കും. അതിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ ഫാൻ കറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കാം, വാഷിംഗ് മെഷീൻ കറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കാം. സ്പിന്നിങ് ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കാം. Okay. അത് നമ്മൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്യപ്പെടണമെന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതുകൊണ്ടും നമുക്ക് ഓട്ടിസ്റ്റിക് ആണെന്നും പറയാൻ പറ്റത്തില്ല. പറയുമ്പോ എനിക്കൊരു ടെൻഷൻ ബിക്കോസ് ചെറിയ കുട്ടികൾക്ക് ഫാൻ നോക്കി അല്ല, അങ്ങനെയല്ല. അവർക്ക് ഈ വീലൊക്കെ കിട്ടിയപ്പോൾ ഒരു ചെറിയ വണ്ടി വാങ്ങിക്കൊടുത്തു. അതിന്റെ ടയറൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാൻ, കണ്ടിന്യൂസ്ലി അത് ചെയ്തോണ്ടിരിക്കും. പിന്നെ ലൈനപ്പ് ചെയ്യുക ടോയ്സ് ഒക്കെ. അത് വെച്ച് ക്രിയേറ്റീവായിട്ട് കളിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിങ്ങനെ ലൈനപ്പ് ചെയ്ത് വെക്കുക, Okay. പിന്നെ ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ ചെറുതിലേ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ സ്പീച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അതായത് സ്പീച്ച് ഡിലേ വരാം, അതല്ലെങ്കിൽ എക്കോലാലിയ എന്ന് പറയും. നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു, എന്താ മോന്റെ പേര് എന്ന് ചോദിച്ചാൽ കുട്ടി അത് തന്നെ തിരിച്ചു പറയും, Okay. എന്താ മോന്റെ പേര്. സോ അതായത് ആ കുട്ടിക്ക് ആ ചോദ്യം മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ പറയാനായിട്ട് പറ്റത്തില്ല. സോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് ഓട്ടിസം ആണോ എന്ന് സംശയിക്കാം. ഉറപ്പില്ല. നമുക്കൊരു ഡോക്ടറെ കാണിക്കാം. നമുക്കൊരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനെ കാണിക്കാം. കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം പലപ്പോഴും പാരന്റ്സ്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു, അതൊരു വീഡിയോയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതായിരുന്നു കേട്ടോ. ആ കുട്ടീനെ 2 വർഷമായിട്ട് സ്വന്തം പേര് പറയാൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴും കുട്ടി നേരെ പറയുന്നില്ല. അപ്പൊ അമ്മ പറയുന്നത്, പേരെന്താ മോളെ എന്ന് ചോദിച്ചാൽ കുട്ടി പറയില്ല, അവളുടെ പേര് ഞാൻ പറഞ്ഞാലേ കുട്ടി തിരിച്ചു പറയുള്ളൂ. സോ വിച്ച് മീൻസ് ആ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു മെസ്സേജ് റിസീവ് ചെയ്ത് അതിന് ആൻസർ പറയുക എന്നുള്ളത് ഒരു പ്രോസസ് അല്ലേ. നമ്മളൊരു ചോദ്യം കേട്ട് അപ്പൊ അങ്ങനെ പറ്റുന്നില്ല. അപ്പൊ ആ ചോദ്യം എന്താണോ, മോളുടെ പേരെന്താന്ന് ചോദിച്ചാൽ കുട്ടി അത് തന്നെ തിരിച്ചു പറയും. അപ്പൊ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞാൽ അത് തന്നെ തിരിച്ചു പറയും. അതിനെയാണ് നമ്മൾ എക്കോലാലിയ എന്ന് പറയാം. അപ്പൊ ഇതൊരു മെയിൻ ഒരു എന്താ പറയാ, ഒരു സിംറ്റം ആയിട്ടൊക്കെ നമുക്ക് കണക്കാക്കാം. അതുപോലെ ചില ആക്ടിവിറ്റീസ് കാഴ്ചയിൽ നമുക്കൊരു ഓട്ടിസ്റ്റിക് കുട്ടിയെ ഒരിക്കലും ഏർലി സ്റ്റേജസിലൊന്നും ഐഡന്റിഫൈ ചെയ്യാനേ പറ്റത്തില്ല. ഈവൻ അവർ വലുതായാലും ദേ ലുക്ക് വെരി നോർമൽ, സാധാരണ കുട്ടികളെ പോലെ തന്നെയായിരിക്കും.